ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ചൂടുവെള്ളവും തണുത്തുള്ളവും മിക്സ് ചെയ്ത് കുളിക്കുന്നത് ശരീരത്തിന് അപകടകരമാണോ? ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുള്ള ഒരു സംശയമാണത്. ഈ വിഷയം നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ കുളിക്കുന്നതിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാമാണെന്ന് തിരിച്ചറിയണം. കുളിക്കുന്നത് എന്തിനാണ്? നമ്മുടെ ശരീരം ശുചിയാക്കാനാണ്, അല്ലേ? അല്ല, അതുമാത്രമല്ല അതിൻ്റെ ഗുണം. കുളിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ഡെഫിനറ്റ്ലി ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്കുകളെ മാറ്റി ശുചിയാക്കുന്നതിനാണ്. രണ്ടാമത്തെ ഗുണം, നമ്മൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിനടിയിലുള്ള ചെറിയ നാഡികളുണ്ട്, അതായത് ചെറിയ നെർവ് എൻഡിങ്സ് ഉണ്ട്. ഈ ഭാഗം ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും നമുക്ക് നമ്മുടെ ശരീരത്തിൽ ഊർജ്ജോൽപാദനം, നമ്മളൊന്ന് ഫ്രഷ് ആകുകയും ചെയ്യുന്നു. പലപ്പോഴും നമ്മൾ അലസമായിട്ടിരിക്കുമ്പോൾ, ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്ത് നിങ്ങളൊന്ന് കുളിച്ച് നോക്കി, നിങ്ങൾ പെട്ടെന്ന് തന്നെ ഉന്മേഷഭരിതരായിട്ട് മാറുന്നത് കാണാം. മൂന്നാമത്തെ ഗുണം എന്ന് പറയുന്നത് ഡിപ്രഷനുള്ള ആൾക്കാർക്ക്, അതായത് കടുത്ത മാനസിക പിരിമുറുക്കമുള്ളവർക്ക് മനസ്സ് ഒന്ന് റിലാക്സ് ചെയ്യുന്നതിന് കുളിക്കുന്നത് ഉപകരിക്കും. സാധാരണ നമ്മൾ വളരെയധികം മൂഡ് ഔട്ട് ആയിരിക്കുന്ന സമയത്ത്, വളരെയധികം ഡെസ്പായിരിക്കുന്ന സമയത്ത് നമ്മളൊന്ന് കുളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ടെൻഷൻ കുറയ്ക്കുന്ന ചില എൻസൈമുകളുണ്ട്, ചില ഹോർമോണുകളുണ്ട്. ഈ ഹോർമോണുകൾ ഒന്ന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുകയും നമ്മുടെ മൂഡ് ഒന്ന് ശരിയായി, നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ഫ്രഷ് ആകുകയും ചെയ്യും. വളരെയധികം ടെൻഷൻ ആയിരിക്കുന്ന ഏതൊരാളോടും നിങ്ങളൊന്ന് കുളിക്കാൻ പറഞ്ഞു നോക്കി, അവരിൽ ആ മൂഡ് ചേഞ്ച് വരുന്നത് കാണാൻ സാധിക്കും. ഇതൊക്കെയാണ് സാധാരണ കുളിക്കുന്നതിൻ്റെ ഗുണങ്ങൾ. ഒരുപാട് പേരുടെ സംശയമാണ് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതാണോ തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നതാണോ നല്ലത് എന്ന്. കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ നോർമലായിട്ടുള്ള സ്കിന്നിൽ നിന്നും പുറത്തേക്ക് നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, അതായത് നമ്മുടെ സ്കിന്നിൻ്റെ ടോൺ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് സെബം എന്ന് പറയുന്ന ചെറിയ എണ്ണമയമുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ദ്രാവകത്തിൽ പലപ്പോഴും നമ്മുടെ മുഖത്തോ നമ്മുടെ ശരീരത്തിലോ ഈ എണ്ണമയമുള്ള ദ്രാവകത്തിൽ പൊടി, ബാക്ടീരിയകൾ പോലുള്ളവ വന്ന് പറ്റിപ്പിടിച്ചിരിക്കാറുണ്ട്. നമ്മൾ സാധാരണ കുളിക്കുന്ന സമയത്ത് ഈ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഈ എണ്ണമയവും അതിലുള്ള ബാക്ടീരിയകളും പൊടിയുമെല്ലാം നീക്കം ചെയ്യപ്പെടും. കുളിക്കുന്ന സമയത്ത് നീക്കം ചെയ്യപ്പെടും. ഇതാണ് സാധാരണ കുളിക്കുന്ന സമയത്ത് സംഭവിക്കുന്നത്. ഈ വസ്തുക്കളെ നീക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആ ഭാഗത്ത് വഴുവഴുപ്പുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു വസ്തു, ഒരു ആൽക്കലി സൊല്യൂഷൻ ആഡ് ചെയ്യുകയാണ് നമ്മൾ സാധാരണ സോപ്പോ അല്ലെങ്കിൽ ഷവർ ജെല്ലോ ഉപയോഗിക്കുമ്പോൾ സംഭവിക്കുന്നത്. ഇത് ആ ഭാഗത്തുള്ള വസ്തുക്കളെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സഹായിക്കുന്നു. കുളിക്കുന്നതിന് ഏറ്റവും നല്ലത് അന്തരീക്ഷത്തിലുള്ള അതേ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ്. അതായത് അമിതമായിട്ട് ചൂടുള്ള വെള്ളമോ അമിതമായി തണുത്ത വെള്ളമോ നമ്മുടെ ശരീരത്തിന് കുളിക്കാൻ നല്ലതല്ല. അന്തരീക്ഷത്തിലെ ടെമ്പറേച്ചറിന് ഒരു 2-3 ഡിഗ്രി കൂടുതലോ അല്ലെങ്കിൽ 2-3 ഡിഗ്രിയോ തണുത്ത വെള്ളം മാത്രമാണ് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കേണ്ടത്. അതാണ് നമ്മളെ കൂടുതലും ഫ്രഷപ്പ് ആക്കാനായിട്ട് സഹായിക്കുന്നത്. അതേപോലെ പലരും ചോദിച്ചിട്ടുള്ളൊരു സംശയമാണ് എത്ര സമയം നമ്മൾ കുളിക്കണമെന്ന്. പലരും കുളിക്കാൻ കയറി കഴിഞ്ഞാൽ 1 മണിക്കൂർ കുളിച്ചിട്ട് ഇറങ്ങി വരാറുണ്ട്. ചിലർ പറയാറുണ്ട് കുളിക്കാനായി ഓടിപ്പോകുന്നത് കാണാം, അപ്പോൾ തന്നെ തിരിച്ചു വരുന്നതാണ്. കാക്കക്കുളി എന്നൊക്കെ നമ്മൾ പലപ്പോഴും കളിയാക്കി ഇവരെ പറയാറുമുണ്ട്. എത്ര സമയമാണ് കുളിക്കാൻ എടുക്കേണ്ടത്? നമ്മൾ ഉപയോഗിക്കേണ്ട സോപ്പ് ഏത് തരത്തിലായിരിക്കണം? നമ്മൾ ഉപയോഗിക്കാൻ സ്ക്രബ്ബർ, അതായത് സ്കിന്ന് ഉരച്ച് കഴുകാനായിട്ട് നിങ്ങൾ സ്ക്രബ്ബർ ഉപയോഗിക്കണോ? ഇല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ വസ്തുക്കളോ, ചകിരിയോ, ഇല്ലെങ്കിൽ രാമച്ചം പോലെ, ഈഞ്ച പോലെ നമ്മുടെ അങ്ങാടി കടകളിൽ കിട്ടുന്ന വസ്തുക്കൾ ഉപയോഗിക്കണോ എന്നെല്ലാം ഒരുപാട് പേർക്ക് സംശയമുണ്ട്. കുളിക്കാനായിട്ട് നമുക്ക് പരമാവധി 10 മിനിറ്റ് സമയം മതിയാകും. അതായത് ആദ്യം നിങ്ങൾ ഒന്ന് വെള്ളം ഒഴിച്ച് മേല് കുളിക്കുക, അതിനുശേഷം സോപ്പ്, അതായത് സ്കിൻ ക്ലീനിങ് ആയിട്ട് നിങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വസ്തു നിങ്ങൾക്ക് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് നിങ്ങൾ അവയും ഈ വെള്ളവും ഒപ്പം ഉപയോഗിച്ച് ശരീരം വൃത്തിയാക്കുന്ന നോർമലായിട്ടുള്ള സമയത്തിന് നിങ്ങൾക്ക് 10 മിനിറ്റ് ധാരാളമാണ്. കൂടുതൽ സമയമെടുത്ത് നമ്മൾ കുളിച്ചാൽ, ചിലരെ ബാത്ത് ടബിലെല്ലാം തന്നെ അരമണിക്കൂർ 3/4 മണിക്കൂർ വെറുതെ ഇറങ്ങി കിടക്കുന്നത് കാണാം. കൂടുതൽ സമയം കുളിച്ചാൽ അത് നമ്മുടെ ശരീരം വൃത്തിയാക്കും എന്നുള്ളത് തെറ്റിദ്ധാരണ മാത്രമല്ല, കൂടുതൽ സമയം കുളിക്കുന്നത് നമ്മുടെ സ്കിന്നിന് അത്ര നല്ലതല്ല എന്നുള്ളതാണ് സത്യം. കാരണം എന്തെന്ന് വിശദീകരിക്കാം. നമ്മൾ സാധാരണഗതിയിൽ കുളിക്കുന്ന സമയത്ത് ആദ്യം നമ്മുടെ ശരീരത്തിൽ ഈ എണ്ണമയവും മറ്റു വസ്തുക്കളും ശരീരത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടും. കൂടുതൽ സമയം കുളിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ നോർമലി, ഈ എണ്ണമയം എന്ന് പറയുന്നത് സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി, അതായത് ചർമ്മത്തിൻ്റെ ടോൺ നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്. കൂടുതൽ സമയം കുളിക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ എണ്ണമയം വല്ലാതെ നഷ്ടപ്പെട്ടു പോവുകയും സ്കിന്നിന് ഡ്രൈനെസ് വരാനുള്ള, അതായത് വരണ്ട ചർമ്മം വരാനുള്ള കാരണമാവുകയും ചെയ്യുന്നു. പലർക്കും നിങ്ങൾക്കറിയാം ജന്മനാൽ തന്നെ ഒരല്പം ഡ്രൈ സ്കിന്നുള്ള ടെൻഡൻസി ഉള്ളവരാണ്. ശരീരത്തിൻ്റെ പല ഭാഗത്തും ചെറിയ ചൊറിച്ചിൽ പോലുള്ള പ്രശ്നങ്ങളും ഉള്ളവരാണ്. ശരീരത്തിൽ അഴുക്കടിഞ്ഞു കൂടിയിട്ടാണ് അല്ലെങ്കിൽ ബാക്ടീരിയ പറ്റിപ്പിടിച്ചിട്ടാണ് ഈ ചൊറിച്ചിൽ എന്ന് വിശ്വസിച്ചിട്ട് കൂടുതൽ സമയം ഇത്തരക്കാർ കുളിക്കാൻ ശ്രമിച്ചാൽ ഇവരുടെ ആവശ്യത്തിനുള്ള എണ്ണമയം പോലും നഷ്ടപ്പെട്ടു പോകുന്ന ഒരവസ്ഥ വരികയും ഇവർക്ക് ഡ്രൈനെസ്സും ചൊറിച്ചിലും സ്കിന്നിൻ്റെ ഇറിറ്റേഷനും കൂടാനും സാധ്യതയുണ്ട്.
അതുകൊണ്ട് എപ്പോഴും നല്ലത് 10 മിനിറ്റ് മാക്സിമം കുളിക്കാൻ സമയമെടുക്കുക. ഓടിപ്പോയി നമ്മളൊരു കാക്കക്കുളി കുളിച്ച് 1-2 മിനിറ്റിൽ കുളിച്ചിട്ട് വരുന്നതും നല്ലതല്ല. കാരണം ശരീരം ഫ്രഷപ്പ് ആകുക, ശരീരം പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്യുക എന്ന ഒരു ധർമ്മം ഒരുപക്ഷെ അത് നിറവേറ്റപ്പെടത്തില്ല. ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർ, അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ചർമ്മ രോഗമുള്ളവർ, അതായത് സോറിയാസിസ് പോലെയോ ഇല്ലെങ്കിൽ എക്സിമ പോലുള്ള അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശരീരത്തിൽ ടീനിയ പോലുള്ള ഫംഗൽ ഇൻഫെക്ഷൻസ് ഉള്ളവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി 5-6 മിനിറ്റ്, അതായത് 10 മിനിറ്റ് പോലും ഇത്തരക്കാർ വെള്ളത്തിൽ ചിലവഴിക്കേണ്ട കാര്യമില്ല. കാരണം പരമാവധി നേരത്തെ ഇവർ കുളിച്ച് 5-6 മിനിറ്റിൽ കുളിച്ചിട്ട് വരുന്നതാണ് നല്ലത്. കാരണം കൂടുതൽ സമയം ഇവർ വെള്ളത്തിൽ നിന്നാൽ ഇവരുടെ ഈ ഡ്രൈ സ്കിൻ ടെൻഡൻസി കൂടാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവാനും കാരണമാകും. അതേപോലെ ഏത് സോപ്പ് ഉപയോഗിക്കണം എന്ന കാര്യത്തിൽ ഒരുപാട് പേർക്ക് സംശയമുണ്ടായിരിക്കും. പലപ്പോഴും ഒരു സോപ്പിനെ നമ്മൾ നിശ്ചയിക്കുന്നത് മാർക്കറ്റിൽ ഇത് എത്ര തവണ ഇതിൻ്റെ പരസ്യം വരുന്നു എന്നുള്ളത് അനുസരിച്ചാണ്. ചിലർ വിചാരിക്കുന്നത് സോപ്പ് തേച്ച് നമ്മൾ കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ പെട്ടെന്ന് വെളുക്കുമെന്നാണ്, നമ്മുടെ നിറം വർദ്ധിക്കുമെന്നാണ്. പലപ്പോഴും കുളിച്ചു കഴിയുമ്പോൾ നമ്മൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ നമുക്ക് അല്പം നിറം വർദ്ധിച്ചതുപോലുള്ള ഒരു തോന്നൽ വരികയും ചെയ്യുന്നു. ഇതിന് കാരണം സോപ്പിനകത്തുള്ള ബ്ലീച്ചാണ്. ബ്ലീച്ചിൻ്റെ പ്രത്യേകത, നമ്മൾ മുഖം നമ്മളൊന്ന് കഴുകി കഴിയുമ്പോൾ ഈ ഒരു മൈൽഡ് ബ്ലീച്ചിങ് സംഭവിക്കുകയും നമ്മുടെ സ്കിന്നിന് ഒരല്പം ലൈറ്റ് ടോൺ, ഒരല്പം വെളുത്തതുപോലുള്ള ഒരു തോന്നൽ ഉണ്ടാക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇത്തരം സോപ്പുകൾ അല്ലെങ്കിൽ നമ്മുടെ ഈ ജെല്ലുകൾ ഉപയോഗിക്കുന്നത് നമ്മുടെ സ്കിന്നിന് ഗുണമല്ല, ദോഷമാണ്. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഡ്രൈ സ്കിൻ പോലുള്ള ടെൻഡൻസീസോ സ്കിന്നിന് ഇറിറ്റേഷൻസോ വരാൻ ഇത്തരം സോപ്പും ജെല്ലും കാരണമാകും. എപ്പോഴും നല്ലത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മിൽക്ക് ക്രീം കണ്ടന്റുള്ള, അതല്ലെങ്കിൽ ഗ്ലിസറിൻ കണ്ടന്റുള്ള വളരെ ലൈറ്റ് ആയിട്ടുള്ള സോപ്പുകൾ ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. കൂടുതൽ സമയം സോപ്പ് പതപ്പിച്ച് തേച്ചത് കൊണ്ടോ അല്ലെങ്കിൽ ശരീരഭാഗങ്ങളിൽ കൂടുതൽ നേരം സോപ്പ് ഇട്ടത് കൊണ്ടോ നമുക്ക് കൂടുതൽ ഗുണമൊന്നും ഉണ്ടാകാനില്ല. നോർമലി നമ്മൾ ഒരു തവണ സോപ്പിട്ട് കഴുകുമ്പോൾ തന്നെ ആ ഭാഗം വൃത്തിയായി കഴിയും. അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ കൂടുതൽ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പശുവിനെയോ പോത്തിനെയോ നമ്മൾ ചകിരി തേച്ചൊരച്ച് കുളിപ്പിക്കുന്നത് പോലെ നമ്മുടെ സ്കിന്നിന് ഇത്തരത്തിൽ പ്ലാസ്റ്റിക് സ്ക്രബ്ബറുകളോ അല്ലെങ്കിൽ ഈഞ്ചയോ അല്ലെങ്കിൽ ചകിരിയോ ഉപയോഗിച്ച് തേച്ചൊരച്ച് കുളിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത്തരം വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മുടെ സ്കിന്നിനെ റബ്ബ് ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ കുളിച്ചിട്ട് നമ്മുടെ സ്കിന്ന് വളരെയധികം സോഫ്റ്റ് ആകുമ്പോൾ, കുളിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്ന് സോഫ്റ്റ് ആവും, വെള്ളം സോക്ക് ചെയ്തിട്ട്. ഈ സമയത്ത് നമ്മൾ ഇത്തരം ഡ്രൈ വസ്തുക്കൾ ഉപയോഗിച്ച് ഉരയ്ക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വളരെ ലൈറ്റ് ആയിട്ടുള്ള മൈക്രോ ടീയേഴ്സ്, ചെറിയ മുറിവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മുടെ സ്കിന്നിന്റെ ഡ്രൈനെസ് വർദ്ധിപ്പിക്കുന്നതിനും ചൊറിച്ചിൽ പോലെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാനും കാരണമാകും. അതുകൊണ്ട് സാധാരണ നമുക്ക് കുളിക്കുന്നതിന് ഇത്തരത്തിലുള്ള പ്ലാസ്റ്റിക് സ്ക്രബ്ബറുകളോ ഇല്ലെങ്കിൽ ഈഞ്ചയോ ചകിരിയോ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ് വാസ്തവം. അതേപോലെ ഇനി കുളിച്ച് കഴിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുളിച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾ ഉറപ്പാക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ശരീരം വൃത്തിയാക്കുന്നതിന് നിങ്ങൾ തേച്ച് പിടിപ്പിച്ച സോപ്പ്, ഷാംപൂ, ഇത്തരം ജെല്ലുകൾ ശരീരത്തിൽ നിന്നും പൂർണ്ണമായും കഴുകി കളഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തണം. കാരണം പലരും തലയിൽ സോപ്പോ അല്ലെങ്കിൽ ഷാംപൂവോ കണ്ടീഷണറോ എല്ലാം പുരട്ടിയിട്ട് കുളിച്ച് കഴിയുമ്പോൾ പലപ്പോഴും ഇത് പൂർണ്ണമായും നീക്കം ചെയ്യപ്പെടാറില്ല. ഇത് നമ്മുടെ സ്കിന്നിന് കുളിച്ച് കഴിഞ്ഞ് ഇറിറ്റേഷൻസ് ഉണ്ടാകാനും ചൊറിച്ചിൽ പോലുള്ള സ്കിൻ കംപ്ലയിൻസ് വരാനും കാരണമാകും. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നമ്മൾ തേച്ചത് നീക്കം ചെയ്തിട്ടുണ്ട് എന്ന് നിങ്ങൾ കുളിച്ച് കഴിയുമ്പോൾ ഉറപ്പുവരുത്തേണ്ടത് ആവശ്യമാണ്. രണ്ടാമത്തെ കാര്യം, കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ടവൽ അഥവാ തോർത്ത്, അതിൻ്റെ ക്വാളിറ്റി പ്രധാനമാണ്. പലപ്പോഴും നിങ്ങൾ ഉപയോഗിക്കുന്ന ടവൽ വളരെ പഴകിയതാണെങ്കിൽ ഇതിനകത്തുള്ള ആ സോഫ്റ്റ്നെസ് നഷ്ടപ്പെടാനും വളരെ ഡ്രൈ ആയിരിക്കാനും കാരണമാകും. ഇവ ഉപയോഗിച്ച് നിങ്ങൾ സ്കിന്ന് തുടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ കുളിച്ച് കഴിഞ്ഞ് സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന നമ്മുടെ ചർമ്മത്തിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൈക്രോ ടീയേഴ്സ് വരാൻ കാരണമാകും. എപ്പോഴും നല്ലത് കുളിച്ച് കഴിഞ്ഞ് നിങ്ങൾ ടവലോ അല്ലെങ്കിൽ തോർത്തോ ഉപയോഗിച്ച് തുടയ്ക്കുന്നതിന് പകരം ടവൽ ഉപയോഗിച്ച് ഒപ്പിയെടുക്കുന്നതാണ് നല്ലത്. വളരെ സോഫ്റ്റ് ആയിട്ട് ഒപ്പിയെടുക്കുന്നത് നല്ലത്. രണ്ടാമത്തെ കാര്യം, പലരും കുളിച്ച് കഴിഞ്ഞിട്ട് വളരെ പെട്ടെന്ന് നമ്മൾ ടവലോ തോർത്തോ ഉപയോഗിച്ച് തല തുടയ്ക്കുന്നത് കണ്ടിട്ടുണ്ടായിരിക്കാം. ഇത്തരത്തിൽ നമ്മൾ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മുടിയുടെ ആ ഒരു റൂട്ടെല്ലാം വളരെയധികം സോഫ്റ്റ് ആവും. നിങ്ങൾ പലപ്പോഴും വളരെ ഫോഴ്സ്ഫുള്ളി തോർത്തോ അല്ലെങ്കിൽ ടവലോ ഉപയോഗിച്ച് തല തുടയ്ക്കുന്ന സമയത്ത് ഇത് നമ്മുടെ മുടി ഇളകി വരുന്നതിന്, പലപ്പോഴും ടവലിൽ ഈ കുതിർന്നിരിക്കുന്ന മുടികൾ ഇളകി പറ്റിപ്പിടിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം. തലമുടിയും ഇതേപോലെ തന്നെ ഒപ്പിയെടുക്കുന്നതായിരിക്കും നല്ലത്. കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ചീർപ്പ് ഉപയോഗിച്ച് മുടി ചീകാതിരിക്കുക. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ നനഞ്ഞിരിക്കുന്ന മുടി ഒരുപക്ഷെ ചീർപ്പിൽ ഇളകി വരാനുള്ള സാധ്യത ഏറെയാണ്. എപ്പോഴും നല്ലത് മുടി പൂർണ്ണമായും ഉണങ്ങിയതിന് ശേഷം
അകലമുള്ള വളരെ റൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അകലമുള്ള ഇഴകളുള്ള ചീപ്പ് ഉപയോഗിച്ച് നിങ്ങൾ വളരെ സോഫ്റ്റ് ആയിട്ട് പതിയെ നിങ്ങളുടെ മുടി ഒതുക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ പലരും ചെയ്യുന്ന കാര്യം കുളിച്ച ഉടനെ തന്നെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ മുഖത്തേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ടാൽക്കം പൗഡറുകൾ ഉപയോഗിക്കുന്നതാണ്. കുഞ്ഞു കുട്ടികളെ എല്ലാം തന്നെ കുളിപ്പിച്ചതിന് ശേഷം ശരീരം മുഴുവൻ പൗഡർ പൂശുന്ന ഒരു സ്വഭാവം മലയാളികൾക്കുണ്ട്. എന്നാൽ ഇത്തരത്തിൽ കുളിച്ച ഉടനെ തന്നെ നമ്മൾ പൗഡർ ഇടുന്നത് ആരോഗ്യകരമല്ല എന്ന് തന്നെ പറയാൻ സാധിക്കും. കാരണം കുളിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലും മുഖത്തും തലയിലും എല്ലാമുള്ള വിയർപ്പ് ഗ്രന്ഥികളും ഈ സെബേഷ്യസ് ഗ്ലാൻസിന്റെ ചെറിയ ഓപ്പണുകളുമെല്ലാം അഴുക്കെല്ലാം മാറി നന്നായിട്ട് ഓപ്പൺ ആയിരിക്കും. ഈ ഒരു ഭാഗത്തേക്കാണ് നിങ്ങൾ ഈ ടാൽക്കം പൗഡർ ഇട്ട് ഈ സുഷിരങ്ങളെ അത്രയും അടയ്ക്കുന്നത്. ഇത് നമുക്ക് വിയർപ്പ് കുരു പോലെ ചൂട് കുരു പോലുള്ള പ്രോബ്ലംസ് വരാനും ഡ്രൈ സ്കിൻ ടെൻഡൻസി ഉള്ളവർക്ക് സ്കിന്നിന് ഇറിറ്റേഷൻ ചൊറിച്ചിൽ പോലുള്ളവ വരാനും കാരണമാകും. അതുകൊണ്ട് കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള ടാൽക്കം പൗഡറുകൾ സ്കിന്നിൽ ഉപയോഗിക്കാതിരിക്കുക. ഇനി ഒരുപാട് പേർക്ക് സംശയമുള്ള നമ്മൾ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് വിശദീകരിക്കാം. യഥാർത്ഥത്തിൽ ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് കുളിച്ചു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വാസ്തവം. നമുക്ക് ഏറ്റവും നല്ലത് തണുത്ത വെള്ളത്തിലുള്ള സാധാരണ ടെമ്പറേച്ചറിലുള്ള വെള്ളത്തിലുള്ള കുളി തന്നെയാണ്. ശരീരത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ കുറവുള്ളവർക്കോ മസിൽ പെയിൻ ഉള്ളവർക്കൊക്കെയാണ് അല്പം ചൂടുവെള്ളത്തിലുള്ള കുളി നല്ലത്. കാരണം ഈ ശരീരത്തിന് ബോഡി പെയിൻ ഉള്ളവർക്കോ അല്ലെങ്കിൽ മസിൽ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് പെട്ടെന്ന് നല്ല തണുത്ത വെള്ളം ശരീരത്തിലേക്ക് ഒഴിക്കുമ്പോൾ മസിൽ പെട്ടെന്ന് കൺട്രാക്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ അവർക്ക് ശരീരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആർത്രൈറ്റിസിന്റെ ഇൻഫ്ലമേഷൻ വർദ്ധിക്കാനോ തണുപ്പടിച്ച് വർദ്ധിക്കാനോ കാരണമാകും. ഇത്തരക്കാർ മാത്രമാണ് അല്പം ചൂടുള്ള വെള്ളത്തിൽ കുളിക്കേണ്ടതിൻ്റെ ആവശ്യം. നമ്മൾ സാധാരണ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് കുളിച്ച് നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു എന്ന് വിചാരിച്ച് നമ്മുടെ ശരീരത്തിന് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകുകയില്ല എന്നുള്ളതാണ് വാസ്തവം. പണ്ട് മുതലേ നമ്മളെ പഴമക്കാർ പറഞ്ഞു വരുന്ന ഒരു തെറ്റിദ്ധാരണ ഇപ്പോൾ ഒരു ആൾക്കാരൊരു വിശ്വാസം പോലെ അല്ലെങ്കിൽ ഒരു ചിട്ട പോലെ കൊണ്ട് നടക്കുന്നതാണ് ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ മിക്സ് ചെയ്യുന്നത് അപകടകരം ആകും എന്നായിരുന്നു എന്നുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഉപയോഗിക്കുന്ന വാട്ടർ ഹീറ്ററിലെ ബാത്റൂമുകളിൽ വയ്ക്കുന്ന ഗീസറുകളിലെ വാട്ടർ ഹീറ്റർ അതിനകത്ത് വെള്ളം ചൂടായി വരുന്ന എങ്ങനെയാണ്? അതിൻ്റെ മുകളിലുള്ള പൈപ്പിലൂടെ തണുത്ത വെള്ളം അതിനകത്തേക്ക് വീഴുന്നു, ചൂടാകുന്നു. നമ്മൾ പൈപ്പ് ഓൺ ചെയ്യുമ്പോൾ താഴെയുള്ള ചൂടുവെള്ളം താഴേക്ക് വരുന്നു, അതോടൊപ്പം മുകളിൽ തന്നെ തണുത്ത വെള്ളം അതിനകത്തേക്ക് നിറയുന്നു. അതായത് ഈ വാട്ടർ ഹീറ്ററിനകത്ത് ഒരേ സമയം ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. അതിൽ കുളിക്കുന്നത് കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നില്ലല്ലോ. മാത്രമല്ല നിങ്ങൾ നല്ല വെയിലുള്ള ഒരു സമയത്ത് നിങ്ങൾ കുളത്തിൽ പോയി കുളിക്കുന്ന കാര്യം അല്ലെങ്കിൽ കടലിലുള്ള കുളിക്കുന്ന കാര്യം ആലോചിച്ച് നോക്കിയേ. വെള്ളത്തിൻ്റെ ഉപരിതലത്തിലുള്ള ഭാഗത്ത് അല്പം ടെമ്പറേച്ചർ കൂടുതലുണ്ടാവും, അടിയിലേക്ക് നല്ല തണുപ്പായിരിക്കാം. നമ്മൾ കുളിക്കുന്ന സമയത്ത് ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് തന്നെയല്ലേ നമ്മൾ കുളിക്കുന്നത്. ഈ കുളത്തിൽ കുളിച്ചതുകൊണ്ട് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. ഈ വെള്ളത്തിൽ ജീവിക്കുന്ന മത്സ്യങ്ങൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ചൂടുവെള്ളവും തണുത്ത വെള്ളവും മിക്സ് ചെയ്ത് കുളിക്കുന്നത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ കുളിക്കുന്നത് എങ്ങനെയാണെന്നും കുളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളും എന്തെല്ലാമെന്നും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം ചെറുതെങ്കിലും ഈ ഇൻഫർമേഷൻ എല്ലാവരുടെയും ദിവസവും ഉപകാരപ്പെടുന്ന ഒരു അറിവാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.